ഏവർക്കും കല്ലാധുനി ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സ്ത്രീശക്തി സംഗമത്തിൽ മോദി. അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ഇവിടെ നടക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും മോദി ഓർമ്മിപ്പിച്ചു. ഇടതും കോൺഗ്രസും ഒരു സഖ്യമാണിവിടെ. ഇന്ത്യ മുന്നണിയായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കാനാകുമെന്നും മോദി. തിങ്ങി നിറഞ്ഞ 10,000-കണക്കിന് ജനങ്ങളുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പുഷ്പവൃഷ്ടികൾക്കിടയിലൂടെ സമ്മേളന സദസ്സിലേക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചാനയിച്ചപ്പോൾ നീണ്ട കരഘോഷവും ജയ് ജയ് മോദി വിളികളും അത്യുച്ചത്തിലായി. ഇത് കാലത്തിൻ്റെ വരും കാല മാറ്റങ്ങളുടെ ഒരു വലിയ വേലിയേറ്റത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇത്രയുമധികം ലക്ഷക്കണക്കിന് വനിതകൾ പങ്കെടുത്ത ഒരു സദസ്സ് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. വനിതകളാണ് ഈ രാജ്യത്തിൻ്റെ ഭാവിയെന്ന് സംശയത്തിന് അതീതമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വിജയം വരിച്ച വനിതകളുടെ ഒരു വേദിയായി മാറി നാരീശക്തി സംഗമ സദസ്സ്. അമ്മമാരെ, സഹോദരിമാരെ എന്ന സംബോധനയോടെ ആരംഭിച്ച തൻ്റെ പ്രസംഗത്തിൽ ഇത്രയും അമ്മമാരുടെയും സഹോദരിമാരുടെയും അനുഗ്രഹം ഒരുമിച്ച് ഏറ്റുവാങ്ങാനായത് തൻ്റെ ഭാഗ്യമാണെന്ന് അതീവ വിനയത്തോടെ പറഞ്ഞ അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി അനവധി വിഷയങ്ങളിൽ സ്ത്രീശക്തി ഉന്നമനത്തിനായി നടത്തിയ വിവിധ പദ്ധതികൾ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇതാണ് മോദി ഗ്യാരണ്ടി, മോദി നൽകുന്ന ഗ്യാരണ്ടി. അഴിമതി സ്പർശമേൽക്കാതെ ഇനിയും നാരീശക്തി പദ്ധതികൾ ഉണ്ടാകുമെന്നും അത് മോദി ഗ്യാരണ്ടിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കല്ലാധുനി ന്യൂസ്.